അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ തൊലി കറുത്തിട്ടുള്ള നമ്മളൊന്നും ഉപയോഗിക്കാത്ത പാളയംകുടം പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ സാധാരണ നമ്മൾ തൊലിയൊക്കെ കറുത്ത പാളയംകുടം പഴം കഴിക്കാറൊന്നുമില്ല. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 8 പാളയംകുടം പഴമാണ് എടുത്തിട്ടുള്ളത്. പാളയംകുടം പഴത്തിൽ തന്നെ ചെയ്യുക, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ തൊലി കറുത്തിട്ടുള്ള നല്ല പഴുത്തിട്ടുള്ള 8 പാളയംകുടം പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ നല്ല വലിപ്പമുള്ള പാളയംകുടം പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 6 എടുത്താൽ മതി. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മീഡിയം സൈസ് 8 പാളയംകുടം പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ പാളയംകുടം പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ശർക്കര പാനി ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് പൊടിച്ച ശർക്കര ഇട്ട് കൊടുക്കാം. നമ്മൾ ഗ്ലാസിന്റെ അളവിലാണ് അളന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ അളവുകളും ഗ്ലാസിന്റെ അളവിൽ തന്നെ അളന്നെടുക്കാം. ഒരു ഗ്ലാസ് പൊടിച്ച ശർക്കര അളന്നെടുക്കാം. ഇനി ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. പിന്നെ ഒരു കാര്യം, നല്ലൊരു മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം നോർമൽ മധുരമാണ്. ശർക്കര എല്ലാം ഒന്ന് ഉരുകി വരട്ടെ. ഒരു നൂൽപ്പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് തിളച്ച് ഉരുകി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ശർക്കര എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് ചിരകിയ തേങ്ങ എടുക്കുക. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്ത് ആ തേങ്ങയുടെ വെള്ളത്തിന്റെ നനവൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് ഒഴിക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏലക്ക ചതച്ച് ചേർത്ത് കൊടുക്കാം. അതിന്റെ തൊണ്ട് മാറ്റിയിട്ട് അതിന്റെ സീഡ് മാത്രം ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 5 ഏലക്കയുടെ തൊണ്ട് മാറ്റിയിട്ട് അതിന്റെ സീഡ് മാത്രം ചതച്ച് എടുത്തിട്ടുള്ളതാണ്. ഇതിപ്പം ഞാൻ വെറും ഏലക്കയുടെ സീഡ് മാത്രം ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം മുഴുവനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ചെറിയ ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചെറിയ ജീരകം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചുക്കുപൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചുക്കുപൊടി ചേർക്കുന്നില്ല. ചെറിയ ജീരകത്തിന്റെ പൊടിയും ഏലക്ക ചതച്ചത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് പഴം കട്ട് ചെയ്ത് വെച്ചത് അങ്ങ് ചേർത്ത് കൊടുക്കുക. എല്ലാ തൊലി കറുത്ത പാളയംകുടം പഴം തന്നെ എടുക്കുക. എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാം നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. പഴമൊക്കെ നന്നായിട്ട് വയന്ന് വരണം. അപ്പോൾ പഴവും ശർക്കര പാനിയായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഒരുപാടിട്ട് വറ്റിക്കരുത്. എല്ലാം കൂടി ഒന്ന് കുറുകി കിട്ടിയാൽ മാത്രം മതി. ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഒരുപാടങ്ങ് കുറുക്കി നമ്മൾ കട്ടിയാക്കരുത്, എന്നാൽ പിന്നെ കല്ല് പോലെ ആയി പോകും. ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക. കുറച്ച് ലൂസായിട്ട് ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അപ്പം ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി അളന്നെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. കൂടി പോകരുത്. ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. മാവും ഉപ്പും പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും ഒന്ന് മിക്സ് ചെയ്യാം. ഈ മാവൊന്ന് നമുക്ക് കുറച്ച് കട്ടിക്കൊന്ന് കലക്കിയെടുക്കാം. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറുകിയ പാകത്തിന് ഒന്ന് കലക്കിയെടുക്കുക. ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒന്ന് കലക്കി യോജിപ്പിക്കാം. വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ഫുൾ ഒഴിച്ചു കൊടുത്തു. വീണ്ടും ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ ഗ്ലാസിന്റെ അളവിൽ തന്നെ വെള്ളവും മാവും ഒക്കെ അളന്നിട്ട് എടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത്. കുറച്ചായിട്ട് ഒഴിച്ച്
കട്ടിയുള്ള ഒരു ബാറ്ററായിട്ട് റെഡിയാക്കി എടുക്കാം. വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ല കട്ടിയുള്ള ബാറ്ററാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കാം. ഇത്രയും കട്ടിക്കാണ് ബാറ്റർ റെഡിയാക്കി എടുക്കാനുള്ളത്. ഒരുപാട് ലൂസായി പോകരുത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടിയാണ്. നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്ന അപ്പക്കാരം ഇല്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പഴത്തിൻ്റെ മിക്സ് ചൂട് മാറാൻ വേണ്ടി വെച്ചില്ലേ, അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് മുഴുവനും അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം കൂടിയിട്ട് ചേർന്ന് വരുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. പഴത്തിൻ്റെ മിക്സും മാവുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ള് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എള്ള് ഇല്ലാന്നുണ്ടെങ്കിൽ എള്ള് ഒഴിവാക്കാം. എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. എള്ള് ചേർത്ത് കൊടുക്കുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും, കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഈ ബാറ്റർ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതൊന്ന് ആവിയേറ്റ് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇഡ്ഡലി തട്ടും വെച്ച് കൊടുത്തു. ഇനി കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നെയ്യോ എണ്ണയോ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ നെയ്യാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ കുഴികളിലും നെയ്താ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഓരോ തവി ബാറ്റർ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത തട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ തട്ടിൻ്റെ കുഴികളിലും നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ കുഴികളിലും ബാറ്റർ അതാ നിരത്തി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ആവിയേറ്റ് വേവിച്ചിട്ടെടുക്കാം. ഇപ്പം നമ്മളിത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ട്. ഇപ്പം ടൂത്ത് പിക്ക് മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ടൂത്ത് പിക്കിൽ മാവ് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ആവിയേറ്റി വേവിച്ചിട്ടെടുക്കുക. ചൂടാണ്, അതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്കിതെടുത്ത് പുറത്ത് മാറ്റി വെക്കാം. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ ആവിയേറ്റി വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ആവിയിൽ വേവിച്ചെടുത്ത ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. ഇനി നിങ്ങളുടെ വീട്ടിൽ കറുത്തിട്ടുള്ള പാളയംകുടം പഴം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ സൂപ്പർ ടേസ്റ്റിൽ അടിപൊളി ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പാളയംകുടം പഴം ബാക്കി വരുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്